പണത്തെക്കുറിച്ച് സ്കൂൾ നമ്മളെ പഠിപ്പിക്കാത്തത്. ആരും സംസാരിക്കാത്ത പണത്തിൻ്റെ മനഃശാസ്ത്രം. എന്നാൽ എല്ലാവരും ജീവിക്കുന്നത്. ഒരു കാര്യം നമുക്കറിയാം, ഒരു സമവാക്യത്തിൽ എക്സ് എങ്ങനെ കണ്ടെത്താമെന്ന് സ്കൂൾ നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ നമ്മുടെ സാമ്പത്തികത്തിൽ സ്വാതന്ത്ര്യം എങ്ങനെ കണ്ടെത്താമെന്ന് അവർ പഠിപ്പിച്ചില്ല. അവർ ബീജഗണിതം, ചരിത്രം, ഒരു ചെടിയുടെ ഭാഗങ്ങൾ എന്നിവയെല്ലാം തുറന്നു. പക്ഷേ ഇതൊക്കെ പറയാൻ മറന്നു. സുഖം തോന്നാൻ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നത് ഒരു ബജറ്റിംഗ് തന്ത്രമല്ല. ഇതാണ് അസുഖകരമായ സത്യം. പണം വെറും ഗണിതമല്ല, അത് വികാരം, ഐഡൻറ്റിറ്റി, ബാല്യകാല പ്രോഗ്രാമിംഗ് എന്നിവയാണ്. മുതിർന്നവർ ബില്ലുകളെക്കുറിച്ച് സമ്മർദ്ദം ചെലുത്തുന്നത്, ചെലവുകളെക്കുറിച്ച് വാദിക്കുന്നത്, അല്ലെങ്കിൽ ഫിനിഷിംഗ് ലൈൻ ഇല്ലാത്ത ഒരു ഓട്ടം പോലെ ശമ്പള വർധനവിന് പിന്നാലെ പായുന്നത് എന്നിവ കാണുന്നതിലൂടെയാണ് നമ്മുടെ പണശീലങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടാകുന്നത്. കൂടുതൽ സമ്പാദിക്കുക എന്നാൽ കൂടുതൽ സൂക്ഷിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത് എന്ന് ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പ്രതിമാസം 2 ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരാൾക്ക് പോലും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ തകർന്നതായി തോന്നാം. അല്ലെങ്കിൽ യഥാർത്ഥ ശത്രു ദാരിദ്ര്യമല്ല, അത് ജീവിതശൈലിയുടെ ഇഴയലാണ്. നിങ്ങൾ കൂടുതൽ സമ്പാദിക്കുന്നു, നിങ്ങൾ കൂടുതൽ ചെലവഴിക്കുന്നു, കുതിച്ചു ചാട്ടം. നിങ്ങൾ അത്രയും സമ്മർദ്ദത്തിലാണ്, മികച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നു. സ്കൂൾ നമ്മെ മാനസിക കെണികളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. പണവും ആത്മാഭിമാനവും എങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെപ്പോലും ആകർഷിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നു. അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്ന ഭയം നമ്മെ ദരിദ്രരാക്കുന്നു. ഒറ്റയടിക്ക് വാങ്ങുന്നു. മിക്ക ആളുകളും പണം ഒരു ലക്ഷ്യമാണെന്ന് കരുതുന്നു. അങ്ങനെയല്ല, അതൊരു ഉപകരണമാണ്. ഏതൊരു ഉപകരണത്തെയും പോലെ അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്മർദ്ദം, ഉറക്കം, നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ എന്നിവ നിർദ്ദേശിച്ചുകൊണ്ട് പണം നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് അനുവദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് മറിച്ചിട്ട് പണം നിങ്ങളുടെ ദാസനാക്കാം. അത് അവബോധത്തോടെയാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് പാരമ്പര്യമായി ലഭിച്ച വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? പണം തിന്മയാണ്, സമ്പന്നർ അത്യാഗ്രഹികളാണ്. ഈ മറിഞ്ഞിരിക്കുന്ന സ്ക്രിപ്റ്റുകൾ നിങ്ങളുടെ ശമ്പളത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. സമ്പാദ്യം സംഖ്യകളെക്കുറിച്ചല്ലെന്നും മാനസികാവസ്ഥയെക്കുറിച്ചാണെന്നും ആരും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിക്ഷേപം ധനകാര്യ ആളുകൾക്ക് മാത്രമല്ല, അത് വീഴുന്നത് വരെ ജോലി നിർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കും വേണ്ടിയുള്ളതാണ്. സമ്പത്ത് ഭാഗ്യത്തെക്കുറിച്ചോ അനന്തരാവകാശത്തെക്കുറിച്ചോ അല്ല. ഇത് പതുക്കെ, നിശബ്ദമായി, വിരസമായ ശീലങ്ങളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സമ്പാദിക്കുന്നതിനേക്കാൾ കുറച്ച് ചെലവഴിക്കുക, നേരത്തെ നിക്ഷേപിക്കുക, ഒരു തട്ടിപ്പ് പോലെ കടം ഒഴിവാക്കുക. കാരണം അത് ഒരു തരത്തിൽ അങ്ങനെയാണ്. സ്കൂളുകൾ പണത്തിൻ്റെ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം പഠിക്കണം. കാരണം യഥാർത്ഥ സമ്പത്ത് പണത്തെക്കുറിച്ചല്ല, അത് സമാധാനത്തെക്കുറിച്ചാണ്. If you love to watch this video, please leave a comment, like, share and subscribe.